കടക്കരപ്പള്ളി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയ സംഭവങ്ങളുടെ പേരിൽ സഹകരണ മേഖലയുടെ നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്ന് വി.എൻ. വാസവൻ പറഞ്ഞു. ഒറ്റപ്പെട്ട തെറ്റായ പ്രവർത്തനങ്ങളുടെ പേരിൽ സഹകരണ മേഖലയെ അടിമുടി ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നവർ സഹകരണ പ്രസ്ഥാനം നടത്തുന്ന നന്മകളെ കാണാതെ പോകരുതെന്ന് മന്ത്രി വി.എൻ. വാസവൻ കടക്കരപ്പള്ളി സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച ബാങ്ക് മന്ദിര ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാടടക്കമുള്ള ദുരന്ത മേഖലകളിൽ സർക്കാർ ദുരന്തബാധിതർക്ക് നൽകിയ ആനുകൂല്യങ്ങൾ പോലും കൊള്ളയടിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ ആശ്വാസമായ പ്രവർത്തനം നടത്തിയത് സഹകരണ പ്രസ്ഥാനങ്ങളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചൂരമല പ്രദേശത്ത് കേരള ബാങ്കിൻ്റെ ഒരു ശാഖയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ശാഖയിലെ എത്ര പേര് വായ്പ എടുത്തിരുന്ന മുഴുവൻ തുകയും, അതിൽ ജീവിച്ചിരിക്കുന്നവരുടെയും മൺമറഞ്ഞവരുടെയും എല്ലാം പേരുള്ള മുഴുവൻ തുകയും എഴുതിത്തള്ളുന്നതിന് വേണ്ടി സഹകരണ മേഖലയിൽ കേരള ബാങ്ക് തീരുമാനിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കാൻ വന്നതല്ല. അതേസമയത്ത് സംസ്ഥാന ഗവൺമെൻറ് ദുരിതബാധിതരുടെ ആശ്രിതർക്ക് കൊടുത്ത ധനസഹായം, വീട് നഷ്ടപ്പെട്ടവർക്ക് മാസം 6000 രൂപ വാടക വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്നലെ അത് ഒരു വീട് നഷ്ടപ്പെട്ട കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് 6000 രൂപ എത്തി. ആ 6000 രൂപ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ രാവിലെ 6000 രൂപ എത്തി. ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് 6000 രൂപയും 5200 രൂപയും ഒരു ബാങ്ക് അവരുടെ വലിയ രൂപത്തിലുള്ള കടമുണ്ടായിരുന്നത് അതിൽ നിന്ന് തിരിച്ചു പിടിച്ചു എന്ന വാർത്ത ഇന്നലെ വരികയുണ്ടായി. ആലോചിച്ച് നോക്കണം. സമ്മേളനത്തിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. സ്മരണികാ പ്രകാശനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സ്ട്രോങ് റൂം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസറും സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ KSDP ചെയർമാൻ CB ചന്ദ്രബാബുവും റേഷൻ കടമുറി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദും ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ബാങ്ക് പ്രസിഡന്റ് PE ജയചന്ദ്രൻ, ജനറൽ കൺവീനർ KV സന്തോഷ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് നികുതറ തുടങ്ങിയവർ പങ്കെടുത്തു.